പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്ക് പ്രഭാത വരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം നൽകിയ എല്ലാ കൃപകളും ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ടോ സ്വസ്ഥാനങ്ങളിലായിരുന്നു കൊണ്ട് സ്ക്രീനിലൂടെ നമ്മൾ കാണുന്ന ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ ജീവൻ നൽകി, ഒരു പുതിയ ഉണർവ് നൽകി, ഒരു പുതിയ ഓജസ്സോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് ചുറ്റും നമ്മുടെ സർവ്വചരാചരങ്ങളും സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. സൃഷ്ടാവിനെ സ്തുതിക്കുന്ന സൃഷ്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ. സൃഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെല്ലാം വണങ്ങുന്ന ഒരു നിമിഷമായിട്ട് നമ്മൾ മാറട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും ദൈവത്തോട് ചേർന്ന് സ്തുതിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നമുക്കൊരു ഈ പറഞ്ഞ ഒരു കൃപയും അഭിഷേകവും നമുക്ക് ലഭിക്കാം. ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ലഭിച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം ധന്യമായി എന്നുള്ളതാണ്. നമുക്കതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഈ ശുശ്രൂഷയെയും നമ്മുടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പറയുന്ന എന്നെയും ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ പരിസമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മളിൽ ഓരോരുത്തരിൽ വന്ന് നിറയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പരിസമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമാംവിധം കുഞ്ഞുമക്കളെ, രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകം കാണാനായിട്ട്, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചുവെങ്കിലും പലപ്പോഴും അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും ഈ കുഞ്ഞുമക്കൾ ജീവിക്കുന്നുണ്ടാവാം. ഹോസ്പിറ്റലായിരിക്കാം, മുറിയുടെ അകത്തളങ്ങളിലായിരിക്കാം. പക്ഷേ ആ കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും യേശുവിൻ്റെ വലിയ കൃപ കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർക്കൊരു പുതിയ ജീവിതം നൽകുവാനായിട്ട്, രോഗങ്ങളിൽ നിന്ന് മാറി അവർക്കൊരു പുതിയ ചൈതന്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ് സ്ലേഹന്മാർ ശക്തി പ്രാപിച്ച് വചനം പ്രഘോഷിക്കുവാനായിട്ട് മുന്നോട്ട് വന്നത് എന്ന് പറയുക. നമ്മളിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി, പരിശുദ്ധാത്മാവിനെ നമുക്കൊരിക്കൽ കൂടി ആവാഹിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലൂടെ ഈ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് കാതോർക്കാം. തൂമഞ്ഞിൽ വിടരും
പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഏശയ്യായുടെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സംരംഭിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. യേശു നമ്മളോട് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നീ സംരംഭിക്കുകയും ചെയ്യേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിഷേകം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത്, അത് വലിയ ശക്തമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവം നൽകുന്ന ഒരു വചനം ഇതാണ്. ഇന്ന് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ധാരണയോടുകൂടി ആയിരിക്കും പോകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിലോ നമ്മളെല്ലാം പ്ലാൻ ചെയ്തതെല്ലാം ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിലോ മാനുഷികമായ ചിന്തയിൽ നമ്മൾ പ്ലാനും പദ്ധതിയും ഒക്കെ നമ്മൾ നടത്തും. ചില സമയത്ത് ചിലവർക്ക് അത് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്, അതില്ലാതാകാനായിട്ട് സാധ്യതയുണ്ട്, ആ പ്ലാനൊക്കെ പൊളിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ആ സമയത്താണ് യേശു പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതിന് നമുക്കെന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ നമ്മളായിരുന്നാലേ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വയ്ക്കുക. നീ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കേട്ടോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കേട്ടോ, ഞാനാണ് നിൻ്റെ ദൈവമായിട്ട് നിൻ്റെ മുന്നേ ഗമിക്കുവാനായിട്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. നിനക്ക് വഴികാട്ടിയാകാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നാണ് പറയുക. പലപ്പോഴും നമ്മളൊക്കെ ഈ ആകുലപ്പെടുന്ന സമയത്ത്, വേദനിക്കുന്ന സമയത്ത്, ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇതാ, എൻ്റെ കൂടെ ആരാ ഉള്ളേ? ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇതുപോലെ ചിന്തിച്ചത്. രോഗാവസ്ഥയിലായിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഒരു ബൈസ്റ്റാൻഡറായിട്ടോ അല്ലെങ്കിൽ കൂട്ടിരിപ്പിനായിട്ടോ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കാം. ഒന്ന് സഹായിക്കുവാനായിട്ട്, ഒന്ന് സ്നേഹിക്കുവാനായിട്ട്, ഒന്ന് തലോടുവാനായിട്ട്, ഒരു ആശ്വാസ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും. ഒരിക്കൽ കൊറോണ എനിക്ക് ബാധിച്ചപ്പോൾ ഒറ്റയ്ക്ക് കൊറോണ വാർഡിൽ ഒരു റൂമിൽ ഞാൻ കിടക്കാണ്. അന്ന് എനിക്ക് കൂട്ടിനാരും വരാനായിട്ട് സാധ്യതയില്ല. കാരണം നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്ന സമയത്ത്, ആ സമയത്തൊന്നും കൊറോണ ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്തുകൂടെ പോകാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. കാരണം എനിക്കും കൊറോണ വന്നാൽ ഞാനും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കൊറോണ വശത്തേക്ക് നമ്മൾ പോകാറില്ല. 10 പ്രാവശ്യം വേണമെങ്കിൽ വാഷ് ചെയ്യാം, നമ്മുടെ കൈകളും കാലുകളും മുഖമൊക്കെ നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കൊറോണ പിടിക്കാതിരിക്കാനായിട്ട്. സ്വന്തം വീട്ടുകാരായിരുന്നാലും നമ്മൾ പലപ്പോഴും അന്യമാക്കപ്പെട്ടിട്ടുണ്ടാവായിരിക്കാം, ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ടാവുകയായിരിക്കാം. സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള അവസ്ഥകളായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് മറ്റുള്ള വ്യക്തികളെ ഞാൻ വിളിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ, ചേട്ടാ ചേച്ചി കൂടെയുണ്ട് കേട്ടോ, പേടിക്കണ്ട കേട്ടോ എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ സ്പിരിച്വൽ ആനിമേറ്റർ ആയിരുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്. പലപ്പോഴും രോഗാവസ്ഥേൻ്റെ മൂർധന്യാവസ്ഥയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും അത് കേൾക്കാനായിട്ട് മനസ്സും കാണുകയില്ലായിരിക്കും. അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഒന്ന് കൂടെയുണ്ടെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ധൈര്യം, അത് വളരെ ശക്തമാണെന്നുള്ളതാണ്. എനിക്കിതുപോലെ തന്നെയുള്ള ഒരു കൊറോണ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കൂടെ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, മെഡിസിൻ കഴിക്കാൻ തോന്നിയില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, ഒന്നും ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല, എല്ലാം തളർന്നു ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്. ഒരു ഓടി വന്ന മാലാകെ പോലെ എന്നെ വിളിക്കുകയാണ്. ആ സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കുക, അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. എവിടെ? കൊറോണ സമയത്ത്. കൊറോണ രോഗിയായിട്ട് ഓക്സിജൻ വെച്ച് കിടക്കുമ്പോൾ ആ സുഹൃത്ത് ചോദിക്കുക, സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, സഹോദര, ഞാൻ സുഖമായതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചേക്കാം, അപ്പം മാത്രം നീ എന്നോട് സംസാരിക്കൂ, ഇപ്പം എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ഇത് കേട്ട നിമിഷത്തിൽ, സാധാരണ ഞാൻ അങ്ങനെ വയ്യ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ കേട്ട നിമിഷത്തിൽ അവൻ കരഞ്ഞു. അവൻ മറ്റുള്ളവരോട് ചോദിച്ചു, എനിക്ക് അച്ഛനെ ശുശ്രൂഷിക്കണം. അച്ഛനെന്നും പറയാറുണ്ടല്ലോ,
ഈ രോഗം വരുമ്പോഴാണ്, ഒറ്റപ്പെടൽ വരുമ്പോഴാണ്, ഐസൊലേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും ഒരു സ്വരം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളത്. ഞാൻ ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തികളോടും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിലായിരിക്കാം കിടക്കുക, ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു റേഡിയോ കൂടെ ഇരുന്നോട്ടെ. ആ റേഡിയോയിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ടി വി ഒന്നും ചിലപ്പോൾ മേടിച്ച് തരാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്നില്ല. ഒരു റേഡിയോ മേടിക്കാനായിട്ട് ഒരു 500-1000 രൂപ മുടക്കിയിട്ട് ഒരു റേഡിയോ മേടിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുമ്പോഴുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. രണ്ടാമതായിട്ട് വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തികളോട്, ഒറ്റപ്പെടുന്ന വ്യക്തികളോട് ഞാൻ പറയാറായിട്ടുള്ളത്, ഒരു കൊച്ചു മൊബൈൽ വാങ്ങിച്ചു വയ്ക്കാം. ആ മൊബൈലിൽ നോക്കിയിട്ട് പറ്റുന്ന നമ്പറുകളിലേക്ക് ഒന്ന് വിളിക്കുക, ഒന്ന് സ്നേഹിക്കുക. നമ്മളെ പറ്റി വിശേഷങ്ങൾ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക, ഒന്ന് ആശ്വസിപ്പിക്കുക. നമുക്ക് പറ്റും, നമുക്ക് സമയമുണ്ട്. വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തികളായാലും ഒറ്റപ്പെടുന്ന വ്യക്തികളായാലും നമുക്ക് സമയമുണ്ട്. അവരൊക്കെ ജോലി തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ അവർ കുടുംബഭാരമായിരിക്കാം, സമൂഹത്തിൻ്റെ ഭാരമായിരിക്കാം, അതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അവർക്കൊരു ആശ്വാസം കൊടുക്കാനായിട്ട് നമ്മളവിടെ കാരണമായി തീരുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലായ്പ്പോഴും നമുക്ക് ഒരാൾ കേൾക്കാനായിട്ട്, ഒരാൾ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമാണെന്നാണ് ഞാൻ പറയുക. അന്ന് ആ കൊറോണ സമയത്ത് ഈ പയ്യൻ എന്നെ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വേദനിച്ചു. അച്ഛൻ ഇത്രയും അത്ര സഹിക്കുന്നുണ്ടാകാം, ഓക്സിജൻ വെച്ചിട്ടുണ്ടാകാം, മരണാസന്നമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ ശുശ്രൂഷിക്കണം. അങ്ങനെ ഈ വ്യക്തി എന്നെ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരികയാണ്. കൊറോണ വാർഡിലേക്ക് തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും മാതാപിതാക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് ഒരു വൈദികന് വേണ്ടി അവൻ സ്വന്തം ജീവിതം ഹോമിക്കാൻ തയ്യാറായിക്കൊണ്ട് കൊറോണ വാർഡിലേക്ക്, കൊറോണയായിരിക്കുന്ന, അത് ഓക്സിജൻ വലിച്ചു കിടക്കുന്ന എന്നെ ശുശ്രൂഷിക്കാൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, 12 ദിവസം ഈ കൊറോണയോടൊപ്പം അവൻ ജീവിച്ചു. പക്ഷെ ദൈവകൃപ എന്ന് പറയട്ടെ, അവന് കൊറോണ ലഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കൊറോണ മാറുകയും ചെയ്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്ത് ആ കിട്ടിയ ആ ഒരു സാമീപ്യമാണ് പലപ്പോഴും എന്നെ രോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് സാധിച്ചത്, എന്നെ രോഗം കാർന്ന് തിന്നാതിരിക്കാനായിട്ട് ഇടയാക്കിയത് എന്നുള്ളതാണ്. ആ ഒരു സ്നേഹപരിചരണം, ഒരു നല്ല വാക്ക് എന്നുള്ളത്. യേശു ഇന്ന് നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. പേടിക്കണ്ട കേട്ടോ, നീ ആകുലപ്പെടുകയൊന്നും വേണ്ട, കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാനാണ് ദൈവം. ഈ ദൈവം തന്നെയാണ് നിൻ്റെ കൂടെയുള്ളത്, നിന്നെ ശക്തനാക്കുന്നവനാണ്, നിന്നെ സഹായിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, നീ പേടിക്കണ്ട, നീ കൂടെ ഇരുന്നാൽ മതി, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, നിനക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. എന്തൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്? ശക്തിപ്പെടുത്തും, സഹായിക്കും. ദൈവമായിരുന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ തളരുന്ന അവസ്ഥയിൽ ഒന്ന് ബലപ്പെടുത്തുവാനായിട്ട്, ശക്തിപ്പെടുത്തുവാനായിട്ട്, ഒന്ന് താങ്ങാനായിട്ട്. നമ്മൾ പലപ്പോഴും നടക്കുമ്പോഴേ വീഴുന്നുണ്ടെങ്കിൽ, കാരണന്മാരെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തികളെ നമ്മളൊന്ന് കൈപിടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബലം, ഒരു നിർവൃതി എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ധൈര്യം എന്നൊക്കെ പറയുന്നത് പോലെ, ആ ഒരു കൈ കൊടുക്കുമ്പോൾ അവർക്കൊന്ന് നടക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താട്ടോ, ഞാൻ നിന്നെ ബലപ്പെടുത്താട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം, പേടിക്കൊന്നും വേണ്ട, നീ അങ്ങനെ ഇരുന്നാൽ മതി, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവർ, ഈ ദൈവത്തെയാണ് നമ്മൾ കൂടെ നിർത്തിയിരിക്കുന്നത്. ഈ ദൈവത്തെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ്. ശക്തിപ്പെടുത്തുന്ന, സഹായിക്കുന്ന ആ ദൈവത്തെ നമ്മൾ അനുഭവിക്കാനായിട്ട് തയ്യാറാകണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പരസ്പരം സഹായിക്കുന്ന വ്യക്തികളായിരിക്കാം. അതിലേറെ ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്. ഓരോ നിമിഷവും ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വാക്കുകളിലായിക്കോട്ടെ, പ്രവൃത്തികളിലായിക്കോട്ടെ, ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഈ സഹായം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട്, സഹായിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷത്തിൻ്റെ നിറവ് അവിടെ ലഭിക്കുകയാണെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചറിയണം. ഈ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷ കഴിയുമ്പോഴൊക്കെ നമ്മൾ
അനുഭവിച്ചറിയേണ്ട ഒരു വാസ്തവമാണ് അത്. ദൈവം എന്നുള്ള അവസ്ഥ, ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ള അവസ്ഥ, ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു എന്നുള്ള അവസ്ഥ, അതിന് ദൈവം നമ്മുടെ കൂടെയാണെന്നുള്ളൊരവസ്ഥ. ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമുക്ക് ഈ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം അത്രമാത്രം നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം. യെശയ്യായുടെ പുസ്തകത്തിലെ 41-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം നമ്മൾ കൂടെ ഒന്ന് വായിച്ച് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവം നമ്മെ സഹായിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്ന് ആ ധൈര്യത്തിൽ ജീവിക്കുവാനായിട്ട്, നമ്മൾ എന്തും ചെയ്യുവാനായിട്ട് ദൈവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബലത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളും അങ്ങയോട് കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളുടെ കുറവുകളിൽ ബലമായി ശക്തമായി തീർന്നുകൊണ്ട് ഞങ്ങളെ എന്നും സഹായിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശു ഒരിക്കൽ കൂടി പരിസമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. വിശുദ്ധ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ ശക്തി ഞങ്ങളെ അപേക്ഷിക്കുന്നു. സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ ശക്തിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശുവെ, ഞങ്ങളോട് പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശുവെ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂട്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ കാരണബോധനായ, ഞങ്ങളുടെ പേരിൻ്റെ കാരണബോധനായ മധ്യസ്ഥന്മാരെ എല്ലാവരെയും യേശുവെ ഈ നിമിഷം ഞങ്ങൾ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനെയും അതുപോലെ തന്നെ അവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇടവക മധ്യസ്ഥൻ്റെ ആ വലിയ സാന്നിധ്യവും സാമീപ്യവും ആ മാധ്യസ്ഥ ശക്തിയും അവരെ ഇടവക ജനം മുഴുവനിലേ നിറയുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു വികാരി അച്ഛനെയും എല്ലാവരെയും പ്രത്യേകിച്ച് സ്വർഗീയ മധ്യസ്ഥൻ്റെ ശക്തിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പ്രത്യേകമായിട്ട് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ ഗുരുജനങ്ങളെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ അയൽവാസികളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, നിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും, ഞങ്ങളുടെ ശരീര മാനസിക ആത്മീയ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളോ അല്ലാത്തവരുമായിട്ടുള്ള ഹോസ്പിറ്റലിലും വീടുകളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാരക രോഗത്താൽ വാർദ്ധക്യാവസ്ഥയിലാൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവമേ നിൻ്റെ വലിയ കരം നീട്ടി സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപാവസ്ഥയിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെ ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശു അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവരെ തിരിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു വലിയ കൃപ നീ അവർക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരീശ്വരവാദത്തിൽ, യുക്തിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, അവരൊക്കെ യേശുവെ നിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും അവരിലേക്ക് നിറച്ച് ദൈവാനുഭവത്തിലൂടെ അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിരിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യേശു, അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ വലിയ കൃപകൾ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുകയാണ്. യേശുവെ, ഞങ്ങൾ നന്ദി പറഞ്ഞ്
അഭിഷേകം കിട്ടിയതിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവെ ഹാലേലിയ 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 ഹാലേലിയ. യേശുവെ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. ഹാലേലിയ 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 ഹാലേലിയ. യേശുവെ മഹത്വം 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 മഹത്വം. അഭിഷേകം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ. ശക്തി ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി 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 നന്ദി. യേശുവെ നന്ദി യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം. തീയണയ്ക്കാനായി പ്രിയനേശുനാഥാ നീ
സഭയോട് ചേർന്ന്, പരിശുദ്ധ പാപ്പായോട് ചേർന്ന്, സകല കർദിനാൾമാരോടും മെത്രാന്മാരോടും സകല പുരോഹിതരോടും സന്യസ്തരോടും സകല ആത്മായ വിശ്വാസികളോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ആ അഭിഷേകം, ആ ത്രിത്വിക ദൈവത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരോടും ചേർന്ന് ഞങ്ങളെ ഒത്തുചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ അഭിഷേകത്തിനായിട്ട്, ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഈ പ്രഭാതം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എന്ന മനോഭാവത്തോടെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലേക്ക് അവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരിയ കൂടാരങ്ങളിൽ, വചന കൂടാരങ്ങളിലൊക്കെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടി ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുന്നവരെയും ഈ ഗുഡ്നസ് ടി വി എന്ന ഈ പ്രോഗ്രാമിലൂടെയൊക്കെ വചനം പങ്കുവയ്ക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്കിവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട്, ഒന്നായി ജീവിക്കുവാനായിട്ട് നമ്മളെ സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ യുദ്ധം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിൽ വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം ഏവർക്കും നേർന്നു. നന്ദി.